വില കുറച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ വരുന്നവർക്ക് ഓരോരോ ഓഫർ പറഞ്ഞിട്ടുള്ള റേറ്റിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. നമസ്കാരം, ഞാൻ അബി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് എയർപോർട്ടിന് തൊട്ടടുത്തായിട്ടുള്ള പുളിക്കൽ എന്നുള്ള ലൊക്കേഷനിൽ ജാമിയ സലഫിയ റോഡിൽ സ്ഥിതി ചെയ്യുന്ന കാർക്രാഡിലെ നമ്മൾ മുന്നേ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ള കാർ ചന്തയിലാണ്. 6 ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റുന്ന ബലേനോ ഡീസൽ റേറ്റ് 5.5 ഉള്ളൂ കേട്ടോ. 50,000 ക്യാഷ് ബാക്ക് ആണ്. കഴിഞ്ഞ വീഡിയോനകത്ത് ഇതേപോലെ ഒരു അടിപൊളി ഹോണ്ട സിറ്റി ഉണ്ടായിരുന്നു, അത് പോയിട്ടുണ്ട്. പകരം വേറൊരാൾ വന്നിട്ടുണ്ട്. ഇതിന് 75,000 രൂപ വരെ നമുക്ക് ലോൺ കിട്ടുന്നുണ്ടാവും, ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടുന്നുണ്ടാവും. ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ പറയുന്നുണ്ട്. അത്യാവശ്യം നല്ല അടിപൊളി റേറ്റാണ്. കേരള വണ്ടിയാണ്. 50,000 രൂപ ക്യാഷ് ബാക്ക്. 50,000 രൂപ 2025 വരെ പേപ്പർ വാലിഡിറ്റി ഉള്ള മാരുതിയുടെ 800 23,000 റുപ്യ ഉള്ളൂ. ബാക്കിയുള്ള നമുക്ക് ഓരോ വണ്ടികൾ ഇവിടുന്ന് തന്നെ പരിചയപ്പെട്ട് തുടങ്ങാം. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ മൂവിങ് ടു ദ വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോസ് കാണാൻ, ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് വീഡിയോസ് ഒന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി നേരെ വണ്ടി വിശേഷം. ഒരാഴ്ച കൂടി നീട്ടി കൊടുക്കുന്നുണ്ട് ഞങ്ങൾ. ഒരാഴ്ച കൂടി നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് പോകണം വണ്ടി വിട്ടു പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരാഴ്ച അതെ മാക്സിമം തീർക്കാനുള്ള. അത്യാവശ്യം തെറ്റില്ലാത്ത നമ്മൾ കഴിഞ്ഞ വീഡിയോയിലുള്ള വണ്ടികൾ അത്യാവശ്യം പോയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വണ്ടികളിൽ അഡീഷണൽ കയറിയിട്ടുണ്ട്. ഒരു കസ്റ്റമർ ഒരു റേറ്റ് പറയുകയാണെന്നെങ്കിൽ നമുക്ക് തെറ്റില്ല, നമുക്ക് എത്തുന്ന റേറ്റ് ആണെങ്കിൽ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടെയ്നർ നമ്മൾ ഇരിക്കേണ്ടി വരും. 800 ഫൈവ് സ്പീഡ്. ഫൈവ് സ്പീഡ് എന്ന് പറയുന്നത് MPFI ആയിരിക്കും വരുന്നുണ്ടാവുക. മോഡൽ ഏതാ വരുന്നത്? 2000, 2001, 2002? ഇത് 2000 മോഡൽ. 2000 മോഡൽ മാരുതി 800 MPFI. AC വരുന്ന വണ്ടിയാണ്. AC വർക്കിംഗ് ആണോ? AC വർക്കിംഗ് ആണോ എന്ന് അറിയില്ല, ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. 38,000 രൂപയുള്ളൂ കേട്ടോ. 38,000 രൂപയുള്ളൂ. ഓക്കെ, 5 സ്പീഡിന് ശരിക്കും നമ്മൾ പറഞ്ഞാൽ അതിനും കൂടുതൽ റേറ്റ് കാണുന്നതാണ്. ബോഡി ക്വാളിറ്റി ഉണ്ട്, പെയിന്റ് ക്വാളിറ്റി ആവറേജ് അബവ് എന്നേ പറയാൻ വേണ്ടി പറ്റുന്നുള്ളൂ. വണ്ടി നിലവിലുള്ള കണ്ടീഷൻ എന്താണ്? റണ്ണിംഗ് ആണ്. വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, അടുത്തത് ലോ ബഡ്ജറ്റ് വണ്ടിയാണ്. മാരുതിയുടെ 800 കാർബറേറ്റർ അല്ലേ വരുന്നത്? കാർബറേറ്റർ. മോഡൽ ഏതാ? 2000 ആണോ 99 ആണോ? 2003 മോഡൽ. 2003 മോഡല്. പുതിയ റിന്യൂവൽ എടുത്ത വണ്ടിയാണോ? പേപ്പർ ഒക്കെ ഒരു 1 ഇയർ ഒക്കെ ബാലൻസ് ഉണ്ടാവും. 2025 വരെ പേപ്പർ വാലിഡിറ്റി ഉള്ള വണ്ടി. ലോക്കാണ്. AC വരുന്നില്ല. AC ഉണ്ട്. AC വർക്ക് ചെയ്യോ? കംപ്രസർ ഒക്കെ ഉണ്ട്. വർക്കിംഗ് ഒന്നും ഇല്ല, ഉണ്ടാവില്ല. കംപ്രസർ ഉണ്ട്, വർക്കിംഗ് ഇല്ല. ചിലപ്പം കിട്ടും, ചിലപ്പം കിട്ടൂല. വില എത്രയാ? വില 23,000 രൂപ. 23,000 രൂപ ഉള്ളൂ. 23 ഫൈനൽ കൊടുക്കട്ടോ. നല്ല വണ്ടിയാ, നല്ല വണ്ടി. അങ്ങനെ പഠിക്കുന്നവർക്കൊക്കെ പറ്റിയ വണ്ടിയാണ്. 23,000 രൂപയ്ക്ക് 800. ഓക്കെ, അടുത്ത് അതൊക്കെ ചാൻസ് റേറ്റിൽ ഓൾട്ടോ 2003 മോഡല്. 2028 വരെ പേപ്പർ ഉണ്ട്. ടാക്സ് കേട്ടോ. 49,000 ഫൈനൽ കൊടുക്കാം. 49,000 രൂപ ഫൈനൽ കൊടുക്കാം. LXI ഓൾട്ടോ LXI AC മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ ഫീച്ചർ ഒക്കെ വർക്ക് ചെയ്യും? AC മോർസ്റ്ററും വർക്ക് ചെയ്യും. AC മോർസ്റ്ററും വർക്ക് ചെയ്യുന്ന വണ്ടിയാ. സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. AC ഒക്കെ വർക്ക് ചെയ്യും. വണ്ടി നിലവിലുള്ള കണ്ടീഷൻ എന്താ? നല്ല വണ്ടിയാണ്. ഏകദേശം 20 വർഷത്തിന് പഴക്കമുണ്ട്. ആ കണ്ടീഷൻ ഉണ്ടാവും. ആ കണ്ടീഷൻ ഉണ്ട്. എടുക്കുന്ന ആൾക്ക് വേറെ കാര്യമായിട്ട് പണിയൊന്നും കിട്ടൂലല്ലോ? ഇല്ല. സേഫ് അല്ലേ? 2007 പിന്നെ ചോദിക്കുന്നത് പൈസ ഇല്ലാത്തവരേക്ക് എടുക്കുന്ന ബുദ്ധിമുട്ടാണല്ലോ. തെറ്റില്ല, ഒരു മെക്കാനിക്കിനെ കാണിച്ചിട്ടൊക്കെ എടുത്തോട്ടെ. ആ പൈസക്കുള്ള മുതലുണ്ട്. കാലിഫോർണിയ ഉണ്ട്. പിന്നെ 2007 മോഡല് ആൾട്ടോ LXI ആണ്. 2027 വരെയാണോ പേപ്പറില്? 2028 വരെയാണോ പേപ്പറില്? 2027 വരെ ഉണ്ടാവും. ഓക്കെ, 88 ആ സെയിം റേറ്റ്. 88 ഓക്കെ. LXI ആണോ? നിലവിലുള്ള കണ്ടീഷൻ എന്താ? ക്വാളിറ്റി ഉണ്ട്, ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. കാണാൻ ഒരു ബോഡി ഷേപ്പ് ഉണ്ട്. കമ്പനി പെയിന്റ് തന്നെ അത് ആയിരിക്കും സാധ്യത. കമ്പനി പെയിന്റ് പോലെ തന്നെ തോന്നുന്നു. വീഡിയോ നമ്മൾ കാണിച്ച വണ്ടി തന്നെയാണ്. ഫിയാറ്റിന്റെ പുണ്ടോ KL01 രജിസ്ട്രേഷൻ ആണ്. പെട്രോൾ അല്ല, ഡീസൽ ആണ്. ഫിയാറ്റിന്റെ മൾട്ടിജെറ്റ് എഞ്ചിൻ തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC പവർ വിൻഡോസ് 2 വരുന്നുണ്ട്. ഏകദേശം ഒരു 2024 വരെ പേപ്പർ വാലിഡിറ്റി ഉള്ള വണ്ടി അല്ലേ? അതെ. ഇത് ബുക്കിംഗ് ആയതല്ലേനോ? ആയതായിരുന്നു. പിന്നെന്താ ക്യാൻസൽ ആയാ? അത് അയാള് തമിഴ്നാട് അഡ്രസ് ചെയ്തു. അപ്പോൾ RC മാറാനും പിന്നെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. NOC എടുത്ത് കൊടുക്കല്ലോ. ഫിയാറ്റിന്റെ മൾട്ടിജെറ്റ് എഞ്ചിൻ തന്നെയായിരിക്കും ഈ ഒരു വണ്ടിക്ക് വരുന്നുണ്ടാവും. അപ്പോൾ അതിനെ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഹുണ്ടോന് ഏകദേശം 18 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. വില നമ്മൾ പറഞ്ഞ റേറ്റ് തന്നെ അല്ല, 69, 68 അല്ലേ? 68,000. ഇനി കുറയില്ലേ? ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ഓക്കെ,
ചാൻസ് റേറ്റ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് 2015 മോഡൽ LXi വാഗണർ. 2015 മോഡൽ LXi വാഗണർ CNG ഉണ്ട്. രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്നതാണ്. 1 lakh ഏകദേശം അറൗണ്ട് ഓടിയിട്ടുണ്ട്. കമ്പനി ഹിസ്റ്ററി ഇല്ല 1 lakhന്. റീപ്ലേസ് ഉണ്ട് കേട്ടോ, എന്തോ ഫ്രണ്ട് ഗ്ലാസ് എന്തോ റീപ്ലേസ് ഉണ്ട്. ചെക്ക് ചെയ്തിട്ട് എടുക്കാം. AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവർ വിൻഡോസ് ഉണ്ടാവില്ല, 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും LXi വരുന്നുണ്ടാവുക. പക്ഷേ ഈ ഒരു വണ്ടിയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംഭവമാണ്. സ്റ്റെപ്പിന് അങ്ങനെ വെക്കാൻ കാരണം ബാക്കിൽ CNG ഉള്ളതിനെ കൊണ്ടാണ്. CNG ഉള്ളതിനെ കൊണ്ട് തന്നെ വണ്ടിക്ക് ഏകദേശം 20 കിലോമീറ്റർ റേഞ്ചിൽ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ടാവും. അതേ സമയത്ത് 2015 CNG വാഗണർ എന്ന് പറയുന്ന നേരം എത്ര 3, 310, 320, 335, 340 റേറ്റ് എത്ര? റേറ്റ് 2,75,000. 2,75 കൊടുക്കാം. എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ CNG കിറ്റ് മാത്രം നമ്മൾ ഒരു വിൽക്കുകയാണെങ്കിൽ ഇതിന് മാത്രമേ 30 രൂപ എന്തായാലും നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ 2,45-ന് 2015 വാഗണർ അത്യാവശ്യം നല്ല ചാൻസ് റേറ്റ് ആവില്ല. ഇനി അതേ സമയത്ത് ലോൺ എങ്ങനെ ആയാലും ഈ ഒരു വണ്ടിക്ക് 50,000 രൂപ എടുത്ത റേഞ്ച് തന്നെ ക്യാഷ് ബാക്ക് കാണിക്കും. 3,400 വരെ 2015 വണ്ടിക്ക് നമുക്ക് വാഗണറിന് ചെയ്യാം. ലോൺ കിട്ടുന്നുണ്ടോ 50,000 രൂപ കിട്ടും. സാധിക്കാം ചെറിയ വിലയ്ക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുമോ? ഓൾട്ടോ പുതിയ ഫിറ്റ്നസ് എടുത്ത വണ്ടി കേട്ടോ, പുതിയ റിന്യൂവലാ. അതായത് 2028 വരെ പേപ്പർ ഉണ്ടാവും. LX ആണോ LXi ആണോ? LXi നല്ല വണ്ടി ക്വാളിറ്റി ആയിരിക്കും എഞ്ചിൻ വരുന്നുണ്ടാവും. അതേ സമയത്ത് 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. ഇൻഷുറൻസ് 1 വർഷത്തേക്കായിരിക്കും, പക്ഷേ റിന്യൂവലും ടാക്സും വല്ലാതെ റീപെയിന്റ് കയറാത്ത വണ്ടി. കമ്പനി പെയിന്റ് തന്നെയാണ് നിൽക്കുന്നത്. അതെ, അത്യാവശ്യം ബോഡി ക്വാളിറ്റി ഉണ്ട്. വണ്ടിക്ക് റേറ്റ് എത്ര ചോദിക്കുന്നത്? 98,000 ചോദിക്കുന്നത്. ആ റേറ്റ് ഫൈനൽ അല്ലല്ലോ? അല്ല, കുറച്ച് കൊടുക്കാം അല്ലേ? ശരി സാധിക്കോ. മുന്നേ കണ്ട ഓൾട്ടോ 2008 നമ്മൾ പറഞ്ഞ 95 ഈ ഓൾട്ടോ എത്രയോ? ഇത് ന്യൂ പേപ്പർ 2008 പുതിയ റിന്യൂവൽ എടുത്തിട്ടുള്ള ഓൾട്ടോ ആണ്. വൈൻ റെഡ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. AC പവർ സ്റ്റിയറിംഗ് ആയിരിക്കും ഫീച്ചറായിട്ട് വരുന്നുണ്ടാവും. 800 cc എഞ്ചിനിൽ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ 18 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. LXi കേട്ടോ. LXi ആണല്ലേ ഇത്. ഈ ഓൾട്ടോ എത്ര റേറ്റ് ചോദിക്കുന്നത്? 88,000 രൂപ. എത്ര? 88. 88,000 രൂപയ്ക്ക് 2008 മോഡൽ റിന്യൂവൽ എടുത്തിട്ടുള്ള ഓൾട്ടോ. ഓക്കെ. അതൊക്കെ ലോ ബഡ്ജറ്റിൽ LX ആൾട്ടോ AC വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള വണ്ടി കേട്ടോ. കിലോമീറ്റർ എത്ര ഓടി ഉണ്ടാവും? കിലോമീറ്റർ ഏകദേശം 1 lakhന്റെ അടുത്ത് ഓടി ഉണ്ടാവും. 2009 LX കേട്ടോ. 2009 LX. അപ്പോൾ റിന്യൂവൽ ഒക്കെ ഏതുവരെ വരുന്നുണ്ടാവുക? 24 വരെ. 24 വരെ. 24 ടൈം ഉണ്ട്, പേപ്പർ ടൈം ഉണ്ട് കേട്ടോ. വണ്ടി ഇപ്പോൾ നിലവിലുള്ള കണ്ടീഷൻ എന്താവും? ക്വാളിറ്റി ഉണ്ട് വണ്ടിയാണ്. റണ്ണിങ് ആണ്. 2 ടയർ പുതിയതുണ്ട്, 2 ടയർ ആവറേജ് ആണ്. അതെ. ഓക്കെ, ഗുഡ് കണ്ടീഷൻ. റേറ്റ് എത്ര ഓൾട്ടോന്? LXന് 79,000 കേട്ടോ. 79,000. കുറച്ച് കൊടുക്കാം. ഇയോണ് മാഗ്ന പ്ലസ് 2014 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ്, പിന്നെ അതേപോലെ തന്നെ ഇൻബിൽറ്റ് കമ്പനി സെറ്റ് വരുന്നുണ്ടോ. മാഗ്ന പ്ലസ് എന്നുള്ള മിഡിൽ ഓപ്ഷൻ ഇയോണിന്. 800 cc ഇയോൺ അല്ലേ ഇത്? അതെ. 800 cc ഇയോൺ എന്ന് പറയുന്നത് 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. അത്യാവശ്യം ബോഡി ഷേപ്പ് കാണുന്നുണ്ട്. വണ്ടി കിലോമീറ്റർ എത്ര ഓടിയുണ്ട് സവിത? ലോക്ക് തോന്നാം. കിലോമീറ്റർ എത്ര? കിലോമീറ്റർ 81,000 കിലോമീറ്റർ. 81,000 കിലോമീറ്റർ ഓടിയുണ്ട്. 2014 ഇയോൺ മാഗ്ന. റീപ്ലേസ് ഒന്നുമില്ല. എത്രയാ റേറ്റ്? എത്ര? 185. 1,85,000 ഫുൾ ഓൺ അല്ലേ? ഓ, 2017 അതുകൊണ്ട് 2017 മോഡല് നാനോ. 17 മോഡൽ നാനോ ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഇത് സാധാരണ കാണുന്ന നമ്മുടെ XT എന്നുള്ള ഫുൾ ഓപ്ഷൻ്റെ തന്നെയാണ്. പക്ഷേ അത് ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഓടിയില്ല വണ്ടി. 10,000 കിലോമീറ്റർ ഓടിയുള്ളൂ. 10,000 ഓടിയുള്ളൂ. മാനുവലല്ല, ഓട്ടോമാറ്റിക് ആണ് ഗിയർ ബോക്സ് വരുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലോ ബഡ്ജറ്റ് ഓട്ടോമാറ്റിക് വണ്ടി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞൂടെ? ഓ, ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ആണ്. നാനോ ട്വിസ്റ്റ് ഓട്ടോമാറ്റിക് വരുന്ന ഫീച്ചേഴ്സ്. റേറ്റ് എങ്ങനെ വരുന്ന സാധിക്കാം? റേറ്റ് നോക്കിയിട്ട് പറയാം. ആയിട്ടില്ല. റേറ്റ് ആയില്ല. ഓക്കെ. ലോൺ കിട്ടിയിട്ട് ലോണിന് കൊടുത്തിട്ട് ലോൺ ക്ലിയർ ആവാത്ത ഏതെങ്കിലും വണ്ടികളുണ്ടോ? ഇത് ലോൺ ക്യാൻസൽ ആയതാണ്. 2015 സ്വിഫ്റ്റ് VXi. കസ്റ്റമർക്ക് ലോൺ കയറിയില്ല. സിവിലിന്റെ പ്രശ്നം കൊണ്ട് ലോൺ കയറില്ല. 2015 സ്വിഫ്റ്റ് 385 പറഞ്ഞു തന്നെ. എന്തെങ്കിലും കുറച്ച് കൊടുക്കും ചെയ്യും. 3,85,000. 4.4 റേഞ്ചിൽ 2015 സ്വിഫ്റ്റ് VXiക്ക് നമുക്ക് ലോൺ കിട്ടുന്നുണ്ടാവും.
ഓണർഷിപ്പ് സെക്കൻഡോ തേർഡ് അല്ലായിരുന്നു പറഞ്ഞത്. അതെ അതെ. ഓക്കെ. അതേ സമയത്ത് KL60 രജിസ്ട്രേഷൻ ആണ്. 80,000 കിലോമീറ്റർ എടുത്ത് ഓടിയല്ലേ? അതെ. പെട്രോൾ വണ്ടി 3 ഓണർഷിപ്പ് ആയിട്ടുണ്ട്. അത് അത്യാവശ്യം ചാൻസ് ആയിട്ടുണ്ട്. കാരണം 420 വരെ ലോൺ കയറും. 40 ഉറുപ്പിക എടുത്ത് ഈ ഒരു വണ്ടിക്ക് മാത്രം നമുക്ക് സ്വിഫ്റ്റിന് പെട്രോളിനായിട്ട് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ടോ? അടുത്ത് 13 രജിസ്ട്രേഷനിൽ വരുന്ന സ്വിഫ്റ്റ്. 2013 സ്വിഫ്റ്റ് ഡീസൽ അല്ലേ? ഡീസൽ. LDI VDI എന്നുള്ള മിഡിൽ ഓപ്ഷൻ ആണ് ഡീസൽ. സെക്കൻഡ് ഓണർഷിപ്പ് അറൗണ്ട് 1 lakh ഓടിയിട്ടുണ്ടാവും. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയല്ലേ? അതെ അതെ. മേജർ സർവീസ് അപ്പം ആയി ഉണ്ടാവില്ലേ? ചെക്ക് ചെയ്യാം, നമുക്ക് ചെക്ക് ചെയ്യാം. 2013 സ്വിഫ്റ്റിന്റെ റേറ്റ് എത്ര ചോദിക്കുന്നത്? 3,20,000. 3,20 ചോദിക്കുന്നുണ്ട്. 3,20 ലോണും കയറുന്നുണ്ടാവില്ലേ? സ്വിഫ്റ്റിനൊക്കെ ലോൺ എത്ര കിട്ടുന്നുണ്ടോ? ഇത് 3 ലക്ഷം ചെയ്യാം. വെൻഡോ ഹൈലൈൻ എന്നുള്ള ഫുൾ ഓപ്ഷൻ ആണ്. 2013 മോഡൽ. 2013 വെൻഡോ ഹൈലൈൻ. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 1 lakh. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? 3 ഓണർഷിപ്പ് ആയിട്ടുണ്ട്. പെട്രോൾ ആണോ ഡീസൽ ആണോ? ഡീസൽ എഞ്ചിൻ. ഡീസലാണ്. 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ട് എഞ്ചിൻ്റെ അകത്ത്. അതേ സമയത്ത് വെൻഡോന്റെ ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെയാണ്? 3 ഓണർഷിപ്പാണ്. ഏതാ? വെൻഡോ ഹൈലൈൻ ആണ്. 13 മോഡൽ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. റേറ്റ് എത്ര? 3.5 3.45. 2,75 കേട്ടോ. 2,75,000 കൊടുക്കാം. ഹൈലൈൻ അല്ലേ? ഹൈലൈൻ അത്യാവശ്യം നല്ല വണ്ടിക്ക് അതിന് മുകളിൽ റേറ്റ് വരുന്നുണ്ടല്ലോ. 3.25 ലോൺ കൊടുക്കാം നമുക്ക്. 3.25 ലോൺ കിട്ടും. ലോൺ കിട്ടും. അല്ലാതെ എന്തുകൊണ്ട് റേറ്റിന്റെ കുറച്ച് പ്രശ്നം ഉണ്ടോ വണ്ടിക്ക്? ഇല്ല, കുഴപ്പമൊന്നുമില്ല. നല്ല വണ്ടി. റേറ്റ് കുറച്ച് കൊടുക്കാം, നമ്മൾ ഓഫറിൽ കൊടുക്കല്ലേ. ഓക്കെ. 3.25 പുറത്ത് ശരിക്കും പറഞ്ഞ ബാങ്ക് വാല്യൂഷൻ വരുന്ന വണ്ടിയല്ലേ ഇത്? വെൻഡോ ഹൈലൈൻ. ഓക്കെ. അപ്പൊ ഇത് 2.75 വണ്ടിക്ക് റേറ്റ് പറയുന്നുണ്ട്. 3.25 പുറത്ത് ലോണും കിട്ടും. ക്യാഷ് ബാക്ക് എന്തായാലും ഉണ്ട്. കിലോമീറ്റർ കറക്റ്റ് ഓട്ടം. ഹിസ്റ്ററി ഉള്ള വണ്ടി. സിംഗിൾ ഓണർ. ഹിസ്റ്ററി ഉണ്ട്. 9 10 ഇത് 2009-10 രജിസ്ട്രേഷന്. അടുത്ത വർഷം റിന്യൂവൽ ഉണ്ടാവില്ല. അടുത്ത വർഷം റിന്യൂവൽ വരുന്നുണ്ട്. സിംഗിൾ ഓണർ. പ്ലാറ്റ്ഫോം ഒന്നും തുരുമ്പില്ല. ആ വീലാർച്ചിന്റെ അവിടെ ചെറുതായിട്ട് മാത്രം. ശരിക്കും വർക്ക് എടുത്ത് കഴിഞ്ഞാൽ ഹൈ ക്വാളിറ്റി വണ്ടി 75 ഉറുപ്പിക. ഓ 2009 മോഡൽ. 2009 മോഡൽ ഒമ്നി. റിന്യൂവൽ എങ്ങനെയാ? പേപ്പർ ടൈം ഉണ്ട് ചെയ്യാണ്ട്. നിലവിലുള്ള കണ്ടീഷനോ? റീപ്ലേസ് കാര്യങ്ങൾ നല്ല വണ്ടി കേട്ടോ. ക്വാളിറ്റി ഉള്ള വണ്ടി. ഓക്കെ. വീലാർച്ചിന്റെ അവിടെ ചെറിയ തുരുമ്പിന്റെ ഈ ഒരു കാണിക്കുന്നതാണോ തുരുമ്പ് പറഞ്ഞത്? അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ. ഇത് നിങ്ങൾ ചെയ്തെടുക്കും അല്ലെങ്കിൽ എടുക്കുന്ന ആൾ ചെയ്യണോ? എടുക്കുന്ന ആൾ ചെയ്യണം. അത് നമുക്ക് വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഒരു 2,000 രൂപേന്റെ പ്രശ്നം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കും. നല്ല വൃത്തിയുള്ള പ്ലാറ്റ്ഫോം ആണ് കേട്ടോ. പ്ലാറ്റ്ഫോം വലിയൊരു പ്രശ്നമുള്ളതായിട്ട് തുരുമ്പൊന്നുമില്ല. വലിയ പ്രശ്നമുള്ളതായിട്ട് കാണുന്നില്ല. പക്ഷെ ആ ഒരു വീലാർച്ചിന്റെ സൈഡിൽ മാത്രമേ, ആ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ. ഇത് 2,000 രൂപേന്റെ പണി ഉണ്ടാവുന്ന പറയുന്നത്. അതെ അതെ. ഇതിന്റെ അടിയിലേക്കൊക്കെയോ 59,000 കിലോമീറ്റർ ഓടിയുള്ളൂ. 5,9 കിലോമീറ്റർ അല്ലേ? അല്ലല്ല, 59,000 കിലോമീറ്റർ. സിംഗിൾ ഓണറാ? സിംഗിൾ ഓണർ വണ്ടി. ഹോണ്ട സിറ്റി വി ഡീസൽ. ഉന്നത വീഡിയോയിലും സ്കീമുള്ളൊരു ഹോണ്ട സിറ്റി കാണിച്ചിട്ടുണ്ട്. ഹോണ്ട സിറ്റി ഇതിലും വരുന്നുണ്ട്. ഇതിൽ സ്കീം ഉണ്ടോ? ഇതില് ഓഫർ വെച്ചാൽ ഫുൾ ഓൺ ചെയ്യാന്നുള്ളതാണ്. ഫുൾ ഓൺ ആണോ? അതിന് മുകളിൽ ചെയ്യാം. ട്രാക്കൊക്കെ പക്കയുള്ളവർക്ക് നമുക്ക് ചെയ്യാം മുന്നോട്ടേ. ഇത് ഹോണ്ട സിറ്റി 2016 ആണോ 17 ആണോ? 2017 മോഡല്. വി ആണ്. തൊട്ട് താഴെ വരുന്നത്. അതായത് VH ആണ് ഫുൾ ഓപ്ഷൻ. ഇതിൽ V ആയിരിക്കും വരുന്നുണ്ടാവുക. ഫീച്ചേഴ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ OE അടിപൊളി LOIs കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾ ചെയ്യുന്നു. 2 എയർ ബാഗ് വരുന്നുണ്ട്. അതേപോലെ തന്നെ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് ഇത്രയ്ക്കായിരിക്കും ഫീച്ചറായിട്ട് ബേസിക്കലി വരുന്നുണ്ടാവുക. LCD സ്ക്രീന് എക്സ്ട്രാ ആയിട്ട് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും കാര്യമായിട്ട് പറയാനുള്ളതുണ്ടോ? ഇല്ല. 2017 ഹോണ്ട സിറ്റി ഡീസൽ ഭയങ്കര വിലയാണോ? അതിൽ വില വരുന്നത് 6,75 വരുന്നത്. 6,75 പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത റേറ്റ്. അതെ, സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. കുഴപ്പമില്ലാത്ത റേറ്റ് ആണ്. 8055 ബോസ് 1 lakh above ഓടിയിട്ടുണ്ട്. ഓക്കെ. കമ്പനി ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററിയിലുണ്ടാവും. ഓക്കെ. ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടോ? 7 ലക്ഷം. 7 ലക്ഷം ലോൺ കിട്ടും. അതായത് 75,000 രൂപ വണ്ടി മാത്രം കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും. ബലേനോ 2016 മോഡല് ഡീസൽ സീറ്റ കേട്ടോ. സിംഗിൾ ഓണർ വണ്ടി. തൊട്ട് താഴെ വരുന്ന ഷേപ്പാണ്. 2016 ഫസ്റ്റ് ജനറേഷൻ ബലേനോ ആണ്. KL65 തിരുവങ്ങാടിയാണ് രജിസ്ട്രേഷൻ വരുന്നത്.
ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ്, 2 എയർ ബാഗ്, ഇത്രയായിരിക്കും ഡീറ്റെയിൽസ് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ OE എല്ലാ വീൽസ് വരുന്നുണ്ടോ, അത് സീറ്റയിലും ആൽഫയിലും മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി വരുന്നുണ്ടാവുള്ളൂ. ഇതല്ല ഈ വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എഞ്ചിനാണ്. പെട്രോൾ ഏകദേശം 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നവരെ നമ്മൾ ഫസ്റ്റ് ജനറേഷൻ സ്വിഫ്റ്റിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഫിയറ്റിൻ്റെ മൾട്ടിജെറ്റ് 1.3 ലിറ്റർ എഞ്ചിനായിരിക്കും ഈ ഒരു വണ്ടിക്കും വരുന്നുണ്ട്. അതേസമയത്ത് മൈലേജ് സൈഡിൽ നോക്കുകയാണെങ്കിൽ 18-20 റേഞ്ചിൽ കിട്ടുന്നുണ്ടാവും. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? 1 lakh ഓടിയിട്ടുണ്ട്. കമ്പനി ഹിസ്റ്ററി ഉണ്ടോ? കമ്പനി ഹിസ്റ്ററി ഉണ്ടായിരിക്കും, ഒന്ന് ചെക്ക് ചെയ്തോളൂ. ഓക്കെ, 5.5 ലക്ഷം രൂപ. കഴിഞ്ഞ വീഡിയോ തന്നൊരു കമന്റ് ആയിരുന്നു, കമ്പനി ഹിസ്റ്ററി എടുത്തോളൂ എന്ന് പറഞ്ഞാൽ കിട്ടൂല എന്നുള്ളത്. അത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സഹകരണം നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാവില്ലേ? ഓ തീർച്ചയായും. വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങൾ കമ്പനി ഹിസ്റ്ററി വേണമെങ്കിൽ ഡോക്യുമെന്റ് വിട്ടുകൊടുക്കാം. ആയിക്കോട്ടെ. സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ, വേറെ റീപ്ലേസ് എന്തെങ്കിലും പറയാണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. നമുക്ക് റേറ്റ് എത്ര വരുന്നത്? 5.5 ലക്ഷം രൂപ. 5.5 ലക്ഷം രൂപയാണ്. 5.5 ലക്ഷം മുകളിൽ ലോൺ 6ന്റെ അടുത്ത് വരെ ചെയ്യാം. അപ്പോൾ ഒരു വണ്ടിക്ക് മുകളിൽ 50,000 തന്നെ ക്യാഷ് ബാക്ക് കൊടുക്കാം. വേണ്ടവർക്ക് കേട്ടോ. EMI ഉണ്ടാവും, 3-4 എക്സ്ട്രാ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഏകദേശം 3-4 വർഷത്തേക്കായിട്ട് നമുക്ക് ഒരു ലോൺ കിട്ടുകയും ചെയ്യുന്നുണ്ടാവും. സാധിക്ക, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോനകത്ത് കുറച്ച് വണ്ടികൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ വണ്ടിയും പോയിട്ടൊന്നുമില്ലല്ലോ? ഇല്ല, കുറച്ച് പെൻഡിങ് ഉണ്ട്. ഓക്കെ, ഇതെങ്ങനെയാ? ഇത് 2020 സ്വിഫ്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച വണ്ടിയാണ്. റേറ്റ് എത്രയാണ് കഴിഞ്ഞ വീഡിയോ പറഞ്ഞത്? 5.95 പറഞ്ഞു. ഓക്കെ, ഇനിയൊരു 89 കൊടുക്കാം. 89 രൂപ റേഞ്ചിൽ ഇനിയും കുറച്ചിട്ടുണ്ട്. ഓക്കെ, 5.89 കേട്ടോ. 5.89. ഓക്കെ, 2020 ഫുൾ ഓൺ ഏറ്റാ. 2020 ഫുൾ ലോൺ അല്ല, 6.18 ലോൺ അന്ന് വാല്യൂഷൻ കേറിയ വണ്ടി. 6.18 ലോൺ കിട്ടിയ വണ്ടിയാണ്. 5.89 എടുക്കുക. അപ്പോൾ ഏകദേശം ഒരു സിംഗിൾ ഓണർ പെട്രോൾ വണ്ടി കേട്ടോ. കിലോമീറ്റർ എത്രയുണ്ട്? 70,000 കിലോമീറ്റർ. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ ഇതില്? ഇല്ല. AC പോർഷനും ബോർഡർ പവർ വിൻഡോസ് വരുന്നുണ്ട്. സ്വിഫ്റ്റ് VXI അത്യാവശ്യം നല്ല ബോഡി ഷേപ്പുള്ള നിലവിൽ കമ്പനി പെയിന്റ്. പോളോ ഹൈലൈന് 2017 മോഡൽ വണ്ടി. ലിമിറ്റഡ് എഡിഷൻ ആണോ? അതെ, ലിമിറ്റഡ് ഹൈലൈൻ. ലിമിറ്റഡ് എഡിഷൻ ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. ഫീച്ചേഴ്സിൽ നോക്കുകയാണെങ്കിൽ ഡീഫോഗർ ഉണ്ടാവും, ബാക്ക് വൈപ്പർ ഉണ്ടാവും. അതേപോലെ തന്നെ ഡീസലാണ് കേട്ടോ. ഡീസലിൽ അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും. 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. AC പവർ സ്റ്റിയറിംഗ്, കൂടുതൽ പവർ വിൻഡോസ്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, ബാക്ക് വൈപ്പർ, ഡീഫോഗർ, 2 എയർ ബാഗ്, ഇത്രയൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. അതേപോലെ തന്നെ റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. എത്രാമത്തെ ഓണർഷിപ്പ് അത്? സിംഗിൾ ഓണർ വണ്ടി. നമുക്ക് ലോൺ എത്ര കിട്ടുന്നുണ്ടാവും? ഒരു 6.25 വരെ ലോൺ ചെയ്യാം. 6.25 വരെ ലോൺ ചെയ്യാം. വണ്ടിക്ക് എത്ര റേറ്റ് വരുന്നത്? 5.85 വരുന്നുള്ളൂ. കേരള അൾട്ടീസ് ആണ് 2011 മോഡൽ കേട്ടോ. ജെ ഓപ്ഷൻ. മിഡിൽ ഓപ്ഷൻ അല്ലല്ല, കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. 3 ഓണർഷിപ്പ് ആയിട്ടുണ്ട്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. വില വരുന്നത് 3,85,000. കമ്പനി ചെക്ക് ചെയ്തോട്ടെ. 1.80 ഓടിയിട്ടുണ്ട്. അതെ. ഡീസലിൽ ഒരു 18-20 റേഞ്ചിൽ എങ്ങനെയാലും 20 പുറത്തൊക്കെ മൈലേജ് കിട്ടുന്നുണ്ടോ? അതേസമയത്ത് 2011 വണ്ടി 3.80 എന്ന് പറയുന്നത് ഫുൾ ലോൺ തന്നെ ബാങ്ക് ലോൺ കയറേണ്ടത് തന്നെയാണ്. ബാങ്ക് ലോൺ കിട്ടില്ല, പ്രൈവറ്റ് ഫിനാൻസ് ഫുൾ കേരള വണ്ടി തന്നെയല്ലേ വരുന്നത്? റിയൽ അല്ലോ? അല്ലല്ല, വേറെ ആക്സിഡന്റ് ഒന്നുമില്ല, പറയണമെന്നില്ലല്ലോ. അപ്പൊ നമ്പർ ആണ് ടൊയോട്ടയിൽ ഹിസ്റ്ററി ഒന്ന് അന്വേഷിച്ചാൽ സാധനം കിട്ടും. ഹിസ്റ്ററിക്കുള്ള ഹെൽപ്പുകൾ ചെയ്യുകയും ചെയ്യും. നമുക്ക് അടുത്ത് ഇത് ഡിമാക്സ്, ഇസൂസുവിന്റെ ഡിമാക്സ് വീക്രോസ് ആണ്. ഓണർഷിപ്പ് എത്രയാ? ഓണർ സിംഗിൾ ഓണർ വണ്ടി. 2017 മോഡൽ, 18. കറക്റ്റ് കമ്പനി സർവീസ്. മൈലേജ് ത്രോട്ടോ ചെയ്തിട്ടുണ്ട്, കൂട്ടിയിട്ടുണ്ട്. നല്ലപോലെ ഇന്റീരിയർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഉള്ളിലായിട്ട് ബ്രാൻഡ് കാര്യങ്ങളെല്ലാം സീറ്റ് കവറിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് കിലോമീറ്റർ എത്ര ഓടിയുണ്ട് സാധിക്കാം? 1 lakh ഓടിയിട്ടുണ്ട്. 2 എയർ ബാഗ് ഉണ്ടോ, AC പോർഷൻ, കൂടുതൽ പവർ വിൻഡോസ് ഉണ്ടോ, പിന്നെ ബാക്കി 4 വീൽ ഡ്രൈവ് വരുന്ന വണ്ടിയാണ്. OE എല്ലാ വീൽസ് തന്നെ കാണാൻ വേണ്ടി പറ്റുന്നത്. എത്ര റേറ്റ് എത്ര വയ്ക്കുന്നു സാധിക്കാം? 14 ലക്ഷം. 14 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കാം കേട്ടോ. ലോണൊക്കെ ഏകദേശം എത്ര തന്നെ കിട്ടൂലേ? ഫുൾ ലോൺ തന്നെ കിട്ടുന്നുണ്ടാവും അല്ലേ? നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ റാപ്പ് ചെയ്യാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചുള്ള വണ്ടികളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നേരെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആദ്യത്തെ കമൻറ്റ് ബോക്സിലും മെൻഷൻ ചെയ്യുന്നുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇനിയും കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ അബി സൈനിങ് ഓഫ്. അഡിയോസ്.